ജോർജിയ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് പറയണേ. Okay, so we have our first is some reading and reflection program. Now Reba Rajan will present her review on her book. Good morning, I am Reba from Physical Science. I had read the book Brief Answers to Big Questions by late Stephen Hawking. Uh, this This book consists of 10 chapters of interesting questions like: is there a God? Can we predict the future on Earth? Will we survive on the Earth? How did it all begin? All questions are very interesting. ഈ ടോപ്പിക്ക് തന്നെ ഓരോ ചാപ്റ്ററും തന്നെ സ്റ്റാർട്ട് ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് തന്നെ വായിക്കാനായിട്ട് ചൂസ് ചെയ്തത്. കാരണം ഇതിന്റെ ആൻസേഴ്സ് ഞാനടക്കം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈസ് ദെയർ എ ഗോഡ്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ബിഗിൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ ചാപ്റ്റേഴ്സ്. പക്ഷേ ഈ ബുക്കിന്റെ പെക്കുലാരിറ്റി, ദ മെയിൻ പെക്കുലാരിറ്റി ഓഫ് ദിസ് ബുക്ക് ഈസ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ദ കറക്റ്റ് ആക്യുറേറ്റ് ആൻസേഴ്സ്. അതായത് എസ് ഓർ നോ ആൻസേഴ്സ് ഒരിക്കലും ഈ ബുക്ക് നമുക്ക് തരുന്നില്ല. സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളോട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എസ് ഓർ നോ ആൻസേഴ്സ് തരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈസ് ദെയർ എ ഗോഡ്? ദൈവമുണ്ടോ? അതിന് ആ ബുക്ക് വായിച്ചാൽ ഒരിക്കലും നമുക്ക് യെസ് അല്ലെങ്കിൽ നോ പറയാനായിട്ട് കഴിയില്ല. അത് ആ റീഡ് ചെയ്യുന്ന ഓരോരുത്തരുടെയും കൺക്ലൂഷനിലെ ബേസ് ആയിരിക്കും ഈസ് ദെയർ എ ഗോഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അദ്ദേഹം ഫണ്ണി ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചാപ്റ്ററിനകത്ത് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു കല്ല് എറിയുകയാണ്. ആ കല്ല് നമ്മൾ ഒരേ ഫോഴ്സിൽ ഒരേ പ്ലേസിൽ ഓരോ വർഷം, ഇപ്പം 2014 അല്ലെങ്കിൽ 2016 നമ്മൾ ഓരോ വർഷവും നമ്മൾ ഒരിടത്ത് നിന്ന് നമ്മൾ കല്ലെറിയുന്നു. ഒരേ ഫോഴ്സിൽ തന്നെയാണ്, ഒരേ ഫിസിക്കൽ കണ്ടീഷനിലാണ് കല്ലെറിയുന്നതെങ്കിൽ ആ കല്ല് ഉറപ്പായിട്ടും ഒരേ പൊസിഷനിൽ തന്നെ ആയിരിക്കും വീഴുന്നത്. അത് എത്ര വർഷം കഴിഞ്ഞാലും ആ പൊസിഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഇഫ് ദെയർ ഗോഡ്, എന്തുകൊണ്ടാണ് ആ കല്ലിന്റെ പൊസിഷൻ ദൈവം മാറ്റാത്തത്? നമ്മൾ എറിയുന്ന കല്ലിന്റെ പൊസിഷൻ ദൈവം മാറ്റാത്തത് എന്താണെന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം അതൊരു ലോ ആണ്, ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ആണ്, ആ ലോ അനുസരിച്ച് കല്ല് അവിടെ തന്നെ വീഴത്തുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. അപ്പോഴും അദ്ദേഹം നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെ ഒരു ലോയിലാണ് ബേസ്ഡ് ആണ് നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ലോ ആണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ആയി പോകില്ലേ എന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ പോരെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ് നമ്മളെ ആ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളിലേക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദിസ് ബുക്ക് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ എ നമ്പർ ഓഫ് ഗ്രാൻഡ് സയന്റിഫിക് ചലഞ്ചസ് ഓഫ് ടുഡേ ഇൻ ആസ്ട്രോഫിസിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ് ആൻഡ് ജെനറ്റിക്സ്. അദ്ദേഹം പറയുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അദ്ദേഹം കാണുന്നത് വളരെ ഭയപ്പാടോടുകൂടിയാണ്. കാരണം അദ്ദേഹം പറയുന്നത് വിത്തിൻ 1000 മില്യൺ ഓഫ് ഇയേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും നമ്മുടെ ലോകത്തെ നയിക്കുന്നത്. സോ നമുക്ക് ഒരിക്കലും അവരുടെ ആദ്യമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ സൂപ്പർ ഹ്യൂമൻസ് ആയി മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ജീൻ എഡിറ്റിങ്ങിന്റെ ഒരു സാധ്യതയാണ് പറയുന്നത്. അതായത് പണ്ട് ഈ ഭൂമി ബിഗിൻ ചെയ്തപ്പോൾ മോളിക്യൂൾസ് DNA ആയി മാറുകയും DNA വേരിയേഷൻ സംബന്ധിച്ച് ലിവിംഗ് ബീങ്സ് ആകുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ DNA നമുക്ക് എന്തുകൊണ്ട് ചേഞ്ച് വരുത്തിക്കൂടാ? അങ്ങനെ നമ്മൾ ജീൻ എഡിറ്റിംഗ് സാധ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്ത് സൂപ്പർ ഹ്യൂമൻസ് ആയിട്ട് മാറാനും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനും നമുക്ക് പറ്റുമെന്ന് അദ്ദേഹം ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻസൈറ്റ് അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അദ്ദേഹം വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ യൂണിവേഴ്സിന്റെ അവസാനത്തെ കുറിച്ച് അദ്ദേഹം ഒരു സൂചന നൽകുന്നുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ എർത്ത് ഒരു 1000 മില്യൺ ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ എർത്ത് എന്ന പ്ലാനറ്റ് തന്നെ ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ റിസർച്ചിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും അതർ പ്ലാനറ്റിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലൈഫ് തന്നെ ഇനി അതർ പ്ലാനറ്റിലേക്കും മാറ്റേണ്ടിയിരിക്കും. അതിന് നമ്മൾ ഏതെങ്കിലും പ്ലാനറ്റിൽ ലൈഫ് സാധ്യമാകുമോ എന്ന് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. വിത്തിൻ 100 ഇയേഴ്സ് നമുക്ക് സൗരയൂഥത്തിൽ എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെ സാധ്യമാകും എന്നുള്ള ഒരു ഇൻസൈറ്റ് അദ്ദേഹം തരുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് കുറെ പ്രഡിക്ഷൻ മാത്രമല്ല അദ്ദേഹം തരുന്നത്, ഒരു സ്റ്റേറ്റിംഗ് ഫാക്ട്സ് അല്ല അദ്ദേഹം തരുന്നത്, വാല്യുബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് അദ്ദേഹം ഈ ബുക്കിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ബുക്ക് തോന്നിയിരിക്കുന്നത്. ഒരു സയൻസ് ബേസ്ഡ് ആയിട്ട്, പൂർണ്ണമായിട്ടും സയൻസ് ബേസ്ഡ് ബുക്ക് അല്ല ഇത്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഫാക്ട്സ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഒരു ആർട്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് ബേസ് ആയി മാത്രമേ ഇത് വായിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല. അത് നമ്മൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് കഴിയും. അതിന് സയൻസ് ഡീപ്പായിട്ട് അറിയണമെന്ന് ഇല്ല. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഫ്യൂച്ചർ എങ്ങനെ ഫലവത്താക്കാം എന്നൊരു ഇൻസൈറ്റ് ഈ ബുക്ക് നമുക്ക് തരുന്നുണ്ട്. പല ഭാഗങ്ങളും കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും
ഓവറോൾ കൺക്ലൂഷനിലേക്ക് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ എത്താനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്നെ ഈ ബുക്ക് അട്രാക്ട് ചെയ്യുന്നതിന് മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ഒരു വെമ്പലായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, കുറച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്, എങ്കിലും നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ കഴിയുന്നുണ്ട്. സോ ഐ ലൈക്ക് ദിസ് ബുക്ക് വെരി മച്ച്. താങ്ക് യു. Okay, Riba. The book was, I think, brief answers to big questions. അല്ലേ ആ ബുക്ക് അല്ലായിരുന്നോ റിബ? അതെ മിസ്, അതെ. Okay. So it's a new way of presentation, as Riba told, to communicate about the secrets or the feelings or the emotions of a person, or intuitions. The best word is intuitions of a person about what's going to happen in our future. Okay, it was a really good book, which really increases our curiosity as well as the creativity. Okay, Reba, thank you. Now we are going for Gayatri. Gayatri? Okay. Good morning, all. Today I am going to discuss you about the book Calypso, written by S.G. Ricketts. Talking about the author, S.G. Ricketts is not a well-known writer, but he is an amazing creator. Calypso itself is enough for marking his creativity level. It's an e-book, and it's a part of the series The Children of the Stars. The main protagonist of the novel is Kyra Roberts. She is an 18-year-old girl. The plot of the story is set in the future times, about 70 years from now. In a nutshell, we can say that Calypso says, the world is not what it seems. Millions of light years away from her home planet, Kyra is the sole survivor of Earth colony on Calypso. Trapped in the exotic rainforest and surrounded by natives who hunted dirt. Let us look into the proceedings. Okay. ഇത് 2090കളിലെ പ്ലോട്ട് ആയിട്ടുള്ള ഒരു ബുക്കാണ് കാലിപ്സോ എന്ന് പറയുന്നത്. ഇത് ഇ ബുക്കാണ്. ഓഫ്ലൈൻ ആയിട്ട് ബുക്ക് അവൈലബിൾ ആവാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടൊരു ബുക്ക് ചൂസ് ചെയ്തായിരുന്നു കാലിപ്സോ. സയന്റിഫിക് ഇൻവെൻഷൻസിന്റെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിന്റെയും ഫലമായിട്ട് നമ്മൾ ഭൂമി എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ ഡിസ്കവർ ചെയ്യുന്നതായിട്ടും, അപ്പോൾ എർത്ത് ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കണ്ടുപിടിച്ച പ്ലാനറ്റ്സുകളിൽ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ലൈക്വൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടൻ ഇന്ത്യയിൽ കോളനികൾ സ്ഥാപിച്ചപ്പോഴത്തേക്കും നമ്മളെ ട്രേഡിനെ കൺട്രോൾ ചെയ്യാനും നമ്മളെ സെർവ് ചെയ്യാനുമായിട്ട് ബ്രിട്ടീഷ് സിവിലിയൻസിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് പോലെയാണ് ഇവിടെ നിന്നും ഭൂമിയിൽ നിന്നും കുറെ മനുഷ്യരെ കാലിപ്സോ എന്ന് പറയുന്ന ഒരു ഏലിയൻ പ്ലാനറ്റിലേക്ക് അയക്കുന്നതാണ് ഈ കഥയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കൈറ എന്ന് പറയുന്നത്, അവൾ 10 വയസ്സുള്ളപ്പോഴാണ് അവൾ അങ്ങനെ ഒരു കാലിപ്സോ എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ എത്തുന്നത്. വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അവരോടൊപ്പം ഒരു വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ അവരുടെ കാലിപ്സോയിലെ നേറ്റീവ്സിൽ നിന്ന് ഒഴിഞ്ഞ് അവർക്ക് ഇൻഹബിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് പ്ലേസും എക്യുപ്മെന്റ്സും അവർക്ക് സേഫ്റ്റി മെഷേഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്താണ് അവരെ എന്ത് ചെയ്യുന്നത് അവിടെ എത്തിക്കുന്നത്. അതിനുശേഷം ഈ ഓർഗനൈസേഷൻ അവരെ എന്ത് ചെയ്യുകയാണ്, വാച്ച് ചെയ്യുകയാണ്. അവരെങ്ങനെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യുകയാണ്. 9 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അവർക്കൊരു ബാക്കപ്പ് ഉള്ളൂ, അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥ തുടങ്ങി 8ാം വർഷം എത്തുമ്പോഴത്തേക്കും നമ്മൾ കൈറയെ കാണുന്നത്, വി ക്യാൻ സീ ഹർ ആസ് എൻ അൺസിവിലൈസ്ഡ് റെക്ലെസ് ഹണ്ടർ ഹണ്ടിങ് വിത്ത് ആരോസ് ഇൻ നൈറ്റ് ആൻഡ് ഹൈഡിങ് ഇൻ ദ മൗണ്ടൻ ടോപ്സ് ഡ്യൂറിങ് ഡേ ടൈം. അവൾ ഒറ്റയ്ക്കാവുന്നു, കാരണം അവളുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും ഈ 8 വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെടുകയും കഴിഞ്ഞ 3 വർഷമായിട്ട് അവൾ തനിച്ചാണ് അവിടെ കഴിയുന്നത്. 5 വർഷങ്ങൾക്ക് എല്ലാവരും കൊല്ലപ്പെടുന്നു, 3 വർഷമേ അവൾ തനിച്ചവിടെ കഴിയുകയാണ്. അതാണ് കാണുന്നത്. These long 3 years of solitude transformed Kyra from a soft, kind, beautiful girl into a fearless, reckless, cold-blooded hunter. 8 years ago, there was no fear in her eyes and no scars on her face, but now she is nocturnal, walking in barefoot and hunting with bow and arrows. അപ്പോൾ അങ്ങനെയുള്ള കൈറയുടെ ലൈഫാണ് പറയുന്നത്. ദെൻ കൈറ ആരെയാണ് ഭയപ്പെടുന്നതെന്ന് പറയുന്നു. അതെന്ന് പറയുന്നത് ഇൻഹാബിറ്റൻസ് ഓഫ് കാലിപ്സോയാണ്, ഇൻഡിജിനസ് പീപ്പിൾ. അവരുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ വളരെ മിസ്റ്റീരിയസ് ആണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് നമുക്ക് പേടി തോന്നിക്കുന്ന രീതിയിലാണ് ആ മനുഷ്യരുടെ ഫിസിക് ഉള്ളത്. അവരെന്ന് പറയുന്നത്, ദേ ആർ 7 foot tall and are black in color. They have fluorescent marking in their body and were gifted with double irises
which seemed as eyes have color within the color. Then they bear poisoned thorns, six-digit hands and legs, and unnaturally long and spider-like fingers. ഇങ്ങനെ വളരെ നമ്മൾ മൂവീസിൽ കാണുന്നത് പോലെ കുറച്ച് മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ ക്രീച്ചേഴ്സ് ആയിരുന്നു ഈ കാലിപ്സോയിലെ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്. അവരുടെ വെഹിക്കിൾ എന്ന് പറയുന്നത് ഫ്ലൈയിങ് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാർജ് സൈസ്ഡ് ബേർഡ് ആയിരുന്നു അവരുടെ വെഹിക്കിൾ. അവർ യാതൊരു വിധത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും ഇല്ലാതെ നാച്ചുറലുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന കുറെ മനുഷ്യരായിരുന്നു കാലിപ്സോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലിപ്സോയിലെ ഇൻഹാബിറ്റൻസ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് പോയ ഹ്യൂമൻസിനെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു, കൈറ മാത്രമാണ് രക്ഷപ്പെടുന്നത്. കാരണം ഈ നേറ്റീവ്സിന് ദേ ആർ അഫ്രൈഡ് ഓഫ് റോക്സ്, അല്ലെങ്കിൽ മൗണ്ടെയിൻസിന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൈറ എന്ത് ചെയ്യുന്നു, അതിനകത്ത് മൗണ്ടെയിനകത്ത് എന്ത് ചെയ്യുന്നു, അവള് എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു വർഷവും കൂടി അവള് കാലിപ്സോയിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവൾക്ക് ഭൂമിയിലേക്ക് ഒരു ബാക്കപ്പ് ഉള്ളൂ. For her survival, struggles, hope for life, pain of memories, thought process, that all are described in the novel in a well good manner. നന്നായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ നൈറ്റിലേക്ക് പോവുകയാണ്. അവളെ ഒരു എന്ത് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ഷീസ് ഫോളോഡ് ബൈ എ നേറ്റീവ് ഓഫ് കാലിപ്സോ. കൈറ ആൾവേസ് മാനേജസ് ടു എസ്കേപ്പ് ഫ്രം ഹിം വെൻ ഹി കം ക്ലോസർ ടു ഹർ. Unfortunately, at one night, she was caught by that beast. She tries to defend him because she knows that he will kill her for sure. In that rainy night, she was unable to escape from the firm fist of that man. He forcefully carries her to a distant place, but he does not cause any harm to her. അയാൾ അവളെ ആ ഒരു നേറ്റീവ് അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പോലും അവളെ ഉപദ്രവിക്കുന്നില്ല, അവളെ വെറുതെ വിടുകയാണ്. കാരണം അയാൾ എന്ത് ചെയ്യുകയായിരുന്നു, നൈറ്റ് പെട്രോൾ, അവിടുത്തെ നേറ്റീവ്സിന്റെ നൈറ്റ് പെട്രോളിൽ നിന്നും കയറെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അവളെ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പോകുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട്, ഒരു റിക്വസ്റ്റ് അവളോട് പറയുന്നു, ഒരു ഓർഡർ ആയിട്ടല്ല, as a request, he says that don't kill the creatures of കാലിപ്സോ. കാലിപ്സോയിലുള്ള ജീവികളെ കൊല്ലരുത്, കാരണം ഇവരെല്ലാം ഞങ്ങളുടെ ഗോഡ് മദറായ വിറ്റാസ്റ്റാമിയുടെ മക്കളാണെന്നും ഞങ്ങൾ പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ഈ എല്ലാ ജീവജാലങ്ങളെയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നും അയാൾ പറയുന്നു. അപ്പോഴാണ് നമുക്ക് വായനക്കാർക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് കാലിപ്സോയിൽ നേറ്റീവ്സ് ഈ ഹ്യൂമൻസിനെ കൊല്ലുന്നതെന്ന്. കാരണം ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു, ഈ നേറ്റീവ്സിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ കൊല്ലുന്നത് കൊണ്ടാണ് തിരിച്ചും അങ്ങനെ സംഭവിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ദെൻ ആ ഒരു ഫോർ ദാറ്റ് മാൻ, ആ നേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം കൈറ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ആണ്. എന്നിട്ട് പോലും കൈറയോട് അയാൾക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു അയാളുടെ ആ ഒരു അൺനെയിംഡ് ഇമോഷൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി വി ക്യാൻ സീ കൈറ റിട്ടേണിംഗ് ബാക്ക് ടു ഹെർ ഹൈഡ് ഔട്ട് ത്രൂ ദ റെയിൻ. ഇവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. സൈലൻസ്, ഒരു നിശബ്ദതയിൽ തുടങ്ങുന്ന ഈ കഥ അവസാനിക്കുന്നത് ഹെവി റെയിൻ ആൻഡ് സ്റ്റോമിലാണ്. അതുപോലെ തന്നെയാണ് ഇത് വായിക്കുന്ന ഒരു വായനക്കാരന്റെ മനസ്സും. തുടങ്ങുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് തുടങ്ങുമെങ്കിലും ഈ കഥയുടെ അവസാനം നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ഒരുപാട് ആശങ്കകളും ഒക്കെ നിറയുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ കഥ നൽകുന്നുണ്ട്, നമുക്ക് ഇമാജിനേഷൻ കൂടുതലായിട്ട് ഈ കഥ നൽകുന്നുണ്ട്. It is sure that she must relearn the ability to love, to be kind, if she is ever going to return to earth. അവൾക്ക് തിരിച്ച് ഭൂമിയിൽ എത്തണമെങ്കിൽ അവള് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ വാല്യൂസ് എല്ലാം ഒന്നേന്ന് റീഗെയിൻ ചെയ്യേണ്ടി വരുമെന്നും ഇത് പറയുന്നു. The reasoning ability of the writer and his capacity to attribute a support of science for each and every happenings of the plot are really attractive. Then we can contextualize the attitude of Kyra with our life. Because she was unable to eliminate the problems surrounding her, then she's transformed them into opportunities. അവൾ വെറും 10 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് പോലും അവൾ ആ അത്രയും ഹാർഡ്ഷിപ്സിനെ നേരിട്ട് അവിടെ നിന്ന് അവൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ഷീ ടീച്ചേഴ്സ് ഹൗ ടു ബി ബ്രേവ് ആൻഡ് കറേജിയസ് ഇൻ ദ ഫേസ് ഓഫ് ഹാർഡ്ഷിപ്സ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സോഷ്യൽ മെസ്സേജും കൂടെ ഈ ഒരു സ്റ്റോറിയിൽ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂരിയോസിറ്റി അബൌട്ട് ദ അൺനോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാൻകൈൻഡ് ഒരു മേജർ പെക്യൂലിയാരിറ്റിയാണ്. നമ്മൾ ഈ ഭൂമി എർത്ത് എന്ന് പറയുന്നത് ഒരു വേർജ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു പ്ലാനറ്റിന് വേണ്ടി നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് കൈറ എത്തിപ്പെടുന്ന ആ കാലിപ്സോ എന്ന പ്ലാനറ്റിലെ മനുഷ്യര് ഫിസിക്കലി മാത്രമാണ്, അല്ലെങ്കിൽ ഫിസിയോളജിക്കലി മാത്രമാണ് നമ്മൾ ഹ്യൂമൻസിനെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അവർ ടെക്നോളജിക്കലി ഒന്നും നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. എന്നിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഹ്യൂമൻസിനെ എല്ലാം കൊന്നെടുക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇൻ കേസ് നമ്മൾ സെർച്ച് ചെയ്ത് എത്തുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മളെക്കാളും ടെക്നോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റേസിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ദ ഓതർ ഈസ് ഫോക്കസിങ് ടു എ നിയർ അപ്രോച്ചിങ് ഡേഞ്ചർ ഫോർ അസ്. നമുക്കത് കാട്ടിത്തരുവാണ് ഈ എഴുത്തുകാരൻ. ദെൻ Calypso amazes the readers by the description of complexity of human spirit. Kyra's struggle is hopeful and is a motivation for us.
Kyra's solitude and suffocations are narrated in a touching way. Calypso did not make us uninterested at any point. It engages us to plot. It makes us believe that there is a planet named Calypso and there sustains a girl, Kyra. Thank you. Okay, very good, Gayatri. This is a new novel. I'm not familiar with that. ഈ കാലിപ്സോ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് സംതിങ് അങ്ങനെ എന്തോ ആണോ? അത് ഒറിജിനലി ഉള്ള ഒരു സാധനമല്ലേ ഗായത്രി? ആണ് മിസ്, ഏതോ ഒരു ഏലിയൻ പ്ലാനറ്റിന്റെ കൊടുത്തേക്കുന്ന നെയിമാണ് മിസ് കാലിപ്സോ. അതല്ല, ഇങ്ങനെ ഈ കാലിപ്സം എന്നുള്ള പേരിൽ ഓൾറെഡി എന്തോ ഒരു സാധനം ഇല്ലേ, സാറ്റലൈറ്റോ പ്ലാനറ്റോ ഏതാണ്ട് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്താ മിസ്, എനിക്കറിയില്ല. Okay, okay. This is a new story. So I'm not familiar, but this from the review and reflection, it feels that it really very fantasy, science fiction, highly standard quality science fiction story. Okay, very good, Gayatri. So now we will go for Georgia Mariam. Georgia. Okay, ma'am. Good morning, teacher, and all my friends. I'm Georgia Mariam Gio, here to do a review about the book The Invisible Man, written by H.G. Wells. This is a science fiction novel which endures as one of the signature stories in the literature of science fiction. And this novel is written by Herbert George Wells, who is considered as the father of science fiction. And he was nominated for the Nobel Prize in Literature for about 4 times. And his science fiction mainly include time traveling, alien invasion, invisibility, and his most notable science fiction work are The Time Machine, The Invisible Man, and The War of Worlds, etc. And this story is about a man who finds out how to be invisible, and the story is filled with full of terror and suspense. And this plot is not about any supernatural power or any kind of ghost stories, and this book is a depiction about what someone think or do if he or she become invisible, and how the real world will react to that, and the struggles the person have to face when he become an invisible. And now let's see what the story says. This story begins with the introduction of a mysterious man who came to the village named Iping, and he stays there in an inn named Coach and Horses, which is run by Holes, and he was fully covered with bandages and long clothes, which by only showing his tip of his nose. And this man is called Griffin, the anti-hero of the novel. He was so rude and arrogant and gets angry with other people for small things. After some days, his luggage also arrived at the place where he was living, and it contains some chemicals for his experiments and some books. Then the whole village came to know about this strange man due to his weird nature. He gave a lot of money to Mrs. Hall, who is the landlord of the place where he was living. So she was not bothered about his weird behavior or about his bandages and also about the strange things in his luggage. But after some times he ran out of money, and a lot of gossips were spread due to some sudden breakings and robberies in this village. Everyone accuses this strange man, and he gets very furious, and he decided to show his secret to everyone by removing his bandages. So while he removed his bandages, everyone was very scared to see a blank cavity instead of his face, and they think him as a ghost and called the policeman, and he tried to capture the invisible man, but he manages to escape and ran away. On his way, he met a man named Thomas Marvel, and he was in a drunken state, and at first Marvel thought he was hallucinating when he heard a voice, but Griffin proves his presence by throwing stones at him. Then the Griffin threatened him and asked him to get his book and other things from the inn where he was living. And after they both reaches the inn, and slowly and secretly the Marvel steals the book from Griffin's room. While going back, Marvel thought of escaping from Griffin, but he threatened to kill him. Marvel got frightened by his threat and seeks the help of other people in the villages, and all people started to rush towards this invisible man and started to hit him.
Griffin got frustrated and ran and seeks the help of a person, and he he went into a house, and that house was owned by Dr. Kemp. The Dr. Kemp offered him food and helped him to heal his wound. And due to his help, Griffin told doctor everything about his story, that his name was Griffin and he was a medical student, but later he left medicine in order to study about invisibility, and he was shortage of money to study to continue his experiment, so he stole some money from his father, and this led to the death of his father. And then he started to do his experiment in another place, but due to the lack of money, the landlord began to create some kind of problem to him, and as a result, this Griffin took the medicine he had invented and become invisible, and left the place by setting the building on fire in order to hide all the evidence about his studies. But when he went outside, he faces many hardship because of his invisibility, and people started to treat him very badly. He told Dr. Kemp that he was going to spread terror in the village, and for that he need his help. After hearing all the stories, Dr. Kemp secretly called the police, and when Griffin came to know about this, he ran away and also sent a letter to Dr. Kemp threatening him, and also this Griffin killed 2 policemen. Dr. Kemp ran and seeks the help of the villagers, but when the Griffin was trying to catch him, he was killed by the village people. At the end of the story, it is revealed that the Marvel has kept the Griffin notebook, which he denies, and kept it as a secret. So this is the end of the story, and this story was very interesting to read, because it was all about the invisibility and the hardship that Griffin faced after becoming invisible. And this book I read from online, and also saw the animated version of this book, and it was very interesting to see. And at the same time, the language the author used was very easy to understand. In this novel, Griffin make use of his invisibility to do evil things, and the worst thing about being invisible is that it is easy to get things but hard to enjoy them, and also we will feel very lonely in this world. And this is all about this book. Hope everyone understood. Thank you. Very good, Georgia. It's already about the other book. Already this book is reviewed, but it is Georgia expressed in another perception. And really, when we are hearing this review, we feel that this book is really give much importance for the psychology as well as the mystery of human being in various situations. So, okay, thank you, Georgia. Very good. Now we will go for Gina Maria. Sister is there? Yes. Okay, sister, you can. Good morning to all. I am Sister Gina Maria. Now, I would like to talk about one of the famous book, M.N. Saha, Scientist with a Social Mission. This is very small but very interesting. Faith thinking is good, but right thinking is better. One of the famous quote of M.N. Saha. M.N. Saha, Scientist with a Social Mission by Dilip M. Salvi, was a journey through the life of M.N. Saha, who was one of the leading scientists of the early 20th century. This book is included in the Charitravaji, which is a series of biographies dedicated to the legendary figures of India by Ruba Publications. Its first edition was on 2015, and this book is the revised edition. This biography will make the great Indian scientist and his time come alive from the reader. Mehran Saha, from village boy to one of the Indian greatest scientists. Mehran Saha was born in a poor household in Dhaka district of now Bangladesh. He was the first child of father Jagannath Saha and mother Bhuvaneshwari Devi. Saha's father was a shopkeeper and wanted to him run the shop after his primary education. After completing his primary school, the problem arose
When he realized that he would have to travel 10 kilometers to and from the nearest senior secondary school every day. Seeing Saha's love for education, his elder brother Jainan stepped up and joined him a sponsor for his lodging and boarding expenses. A doctor by the name of Anantakumar Das agreed to give the young boy shelter in his house on conditions he helped around to the house. In this way, the eminent scientist completed his higher education. In 1905, he joined the collegiate school with a full scholarship. In 1911, he graduated from Dhaka College with first rank in physics and mathematics and third in intermediate science examination. He started as a lecturer in the Department of Applied Mathematics in 1916 in the University College of Science, Calcutta. Later, he transferred to the physics department and started lecturing on a topic like hydrostatics, spectroscopy, and thermodynamics. He developing and writing a theory of ionization, which would become a Saha equation. This is one of the famous equations. Saha equation would take birth in this time frame, changing astrophysics with many regarding his research as a seminal in the field of astrophysics. Saha was also a firm believer that public policy must be influenced by science and technology to ensure the growth of the nation. Saha died suddenly due to a massive heart attack on his way to the office on 16 February 1956. Saha has played an integral part in the development of science and technology in India, as well as its integration to the planning of the nation. His work resulted in the growth of scientific research and progress in India. This is very interesting and motivated story. Okay, thank you, Miss. Very good, sister. It's about the importance of this book is written by an Indian and shows how much a person can grow with the education from India. The real scientific brilliance of a person in India. സാധാരണ രീതിയിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം as we know അന്ധവിശ്വാസങ്ങളും ആ രീതിയിൽ നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് ഓറിയന്റ് ചെയ്ത് വരുന്നത്. ബട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി സയന്റിഫിക് ബ്രില്യൻസ് കാണിച്ച വളരെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഒത്തിരി ഉണ്ടെങ്കിലും അവരുടെ രീതി ആ രീതിയിൽ പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സലന്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്ത എം.എൻ. സാഹിബ് പോലുള്ള ഒരാളുടെ കഥ about his and again I think this story tells about teacher-student relationship, all that things. So really a very good book. Everyone has to read that. How we can also become teachers with our limited resources or in our restricted context. Okay, very good, sister. Now I invite Kavya. Kavya, yes. Good morning, everyone. Today I am presenting the reading and reflection of the famous science fiction Time Machine by H.G. Wells, who is known as the Shakespeare of science fiction. The work is generally credited with the popularization of the concept of time travel by using a machine or a device to travel purposively to forward or backward of time. Now, let us move on to the summary of the novel. The Time Machine is a science fiction novel by H.G. Wells. It is published in the year 1895 and written as a frame narrative. The publishers of the book are William Heinemann and Henry Wolt. I found it very interesting. The term time machine coined by Wells is now almost universally used to refer to such a vehicle or device. Now, let's move on to the summary. The book opens on the narrator at a dinner party of well-educated upper-class professional and his friend, an eminent scientist whom he calls time traveler. The time travel is describing to his guests principle of science and maths and including the notion that time is the fourth dimension just like length.
He said that he had prepared a machine to travel to past or future and shown a model to his friends. After that, the time travel shows the original machine to his friends, and suddenly, when he pressed the lever, the machine disappears. No one believed him. But after 1 week, the narrator was again invited on Thursday. On that day, the time traveler returns back and he was dirty and upset and went to wash up. While the time traveler washed up, some mocked at him. The time traveler returns and eats vigorously. After that, he had started the story. He said that when he had pulled the lever, he felt a sensation of falling down and the clock had moved a few hours into the future. He reached the year 8,02,701. He found himself in a paradisical world of small humanoid creatures called Eloi. They were frail and peaceful and gave him the fruit to eat. He explores the area. But when he returns, he finds that his time machine has gone. He decides that it has been put inside the pedestal of the nearby statue. He tries to pry it open, but he cannot. In the night, he begins to catch glimpses of strange white ape-like creatures called Morlock. He decides that the Morlock live below the ground. Meanwhile, he saves the life of one of the Eloi from drowning. She befriends him. Her name is Bina. The time traveler finally worked up enough courage to go down into the world of Morlock to try to retrieve his time machine. He finds that matches are the good defense against Morlock. But ultimately, they chase him out of their realm. Frightened by the Morlock, he takes Veena to try to find a place where they will be safe from Morlock's nocturnal hunting. He goes to what he calls the Palace of Green Porcelain, which turn out to be a museum. There he finds more matches, some camphor and a lever he can use as a weapon. That night, retreating from Morlock through a giant wood, he accidentally starts a fire. Many Morlock died in the fire, and at the end, Veena was killed. The exhausted time traveler returns to the pedestal to find that it has already been pried open. He strides in confidentially just when the Morlock think that they have trapped him. He springs onto the machine and whizzes into the future. The time traveler makes several more steps. In a distant time, he stops on a beach where he is attacked by giant crabs. The bloated red sun sits motionless in the sky. He then travels 30 million years to the future. The air is very thin, and the only sign of life is a black bob with tentacles. He sees a planet eclipses the sun. He then returns exhausted to the present time. Next day, he leaves and never returns after 3 years. The contextualization of the novel is that H.G. Wells represents the well-educated social class judge in the novel, which represents the social class of present society. He explains the doubts of an educated person, the rigidity of the social expectation, questioning of the society. When time passes, on the only thing that is permanent is natural process like movement of sun, structures and landforms. Desire, fear, ambition and risk of people is represented here. Inferiority of humans are also there. The time travelers see flowers, fruits and bushes and a group of beings. The beings are human-like but not human. This gives the evolution theory of Darwin. Time traveler needs to learn strange language. This is the enthusiasm of the people to know new things. Despite his excitement about the equality and the ease of the society, the time traveler determined that this is not the species that is thriving or improving. These creatures are evidence that humanity is withering. Different kinds of people can be seen here. When the time machine was missed, he thinks that it was hidden somewhere. Inequality and discrimination among the people is also a part of the present society that is also depicted in this. Capitalism and exploitation of poor by rich is also represented in this novel.
ഈ സയൻസ് ഫിക്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്കോ പാസ്റ്റിലേക്കോ ട്രാവൽ ചെയ്യാൻ പറ്റുക എന്നതാണ്. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പം നാച്ചുറൽ പ്രോസസ്സ് മാത്രമേ അതുപോലെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവൻ മനുഷ്യൻ പോലും അതുപോലെ എക്സിസ്റ്റ് ചെയ്യില്ല. മനുഷ്യൻ പോലും സ്മോൾ ഹ്യൂമനോയിഡ് ക്രിയേച്ചേഴ്സ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. താങ്ക് യു. Okay, very good, Kavya. Just I want to know, Kavya, ഇത് വായിച്ചപ്പോൾ എന്ത് തോന്നി? How you feel about it? Kavya, am I audible for Kavya? ടീച്ചർ വായിച്ചപ്പോൾ എന്താണ് തോന്നിയത്? ഒരു പുതിയ സംഭവമല്ലേ? How you feel about that? ഇങ്ങനെ ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. Okay, really this is a very wonderful book and it tells about the how to handle time. സത്യത്തില് എനിക്ക് തോന്നുന്നു ഒത്തിരി ഫിലിംസ് ഇതിന് ടൈം ട്രാവലിനെ ബേസ് ചെയ്ത് ഒത്തിരി ഹോളിവുഡ് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ റിയലി ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വിച്ച് വി കനോട്ട് ഈവൻ ഡിഫൈൻ നൗ വാട്ട് ഈസ് ടൈം. ടൈമിന് നമുക്ക് റിലേറ്റീവായിട്ട് പലതും പല ഡെഫിനേഷൻസും പറയാൻ പറ്റുമെങ്കിലും വി ഡി നോട്ട് നോ വാട്ട് ഇസ് ടൈം. ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ അത് പറയാൻ പറ്റാതിരിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതാണ് സയൻസിന്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്. സോ ആ ഒരു വിഷയം ആർക്കും എടുത്ത് പഠിക്കാവുന്ന വളരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. സോ എനിവൺ can go through that. Very good, Kavya. Now I invite Lakshmi. Lakshmi is there? Yes, ma'am. Okay, Lakshmi. Good morning, everyone. I am Lakshmi. I am also going to send out the book Time Machine. We must not allow the calendar to blast that each of life is a miracle and mystery. From these words, we get an idea. He has a fond of time and time related. The Time Machine, science fiction novel by H.G. Wells, published in 1895, and written story within a story. H.G. Wells was a prolific English author of fiction and non-fiction. He wrote dozens of novels, short stories, etc., and is often called as the father of science fiction. Now we will move to the summary of the story. The time traveler is in his home speaking to a group of men that includes the narrator. He is lecturing on the fourth dimension, time. The time traveler claims that one should be able to move about in the fourth dimension just as one can move about the other three. And he produces a miniature of time machine which is made of ivory and crystal. And he asks one of the guests to push the forward lever, and the machine disappear in the small time. He claims that the machine now gliding forward the future. Then the time traveler shows them a much large machine which he plans to explore time. The narrator Then the story moves to the next week. The narrator returns to the dinner at the house the next week. There were the guests of the previous week and also some new guests. And the host, time traveler, is missing. And suddenly he enters. He was dusty and looked shabby. He quickly drinks some champagne and goes to wash up. The narrator suggests other guests that the host has been traveling in time. The other makes sarcastic remarks in the reply, and the time traveler is finally ready to tell his story. After the previous party, the time traveler gets on his machine and pushes the forward lever just a little, and see that 5 hours have passed. He then presses the forward lever a bit more. Now day and light fly by increasing rapid succession and becomes very frightened.
and pulls the lever to stop, and he heads up flying ahead along through the air. And here is 80821 AD. And he finds himself in a hailstorm. As it passes, he notices a giant statue of white sphinx and notices large buildings and some figures in rich robes surrounded him. The creatures have a large eyes, curly hair, and thin red lips and short ones. The creatures that the meet is the Eloi, and he was looking to the future world and experienced the hospitality from the Eloi. And he approaches the time machine and he spotted that it was missing. And he was sure that no one traveled in the time machine because he took the lever and the Eloi are weak to move the machine. And he went to searching the machine. In the meanwhile, he helps a little girl, Veena, drowning in the river and be friend with her. And also he noticed Eliud was afraid of the dark. And in one night he noticed a white ape-like creature. He tries to track it, but it seemed to have disappeared down into the next nearby wells. And soon he learns that the underground creatures are the called Morlocks, and they were afraid of light. And he discovered that his mission will be with Morlocks. The time traveler concludes that in order to recover his mission, he must enter into the world of Morlocks. And he went to the wells and found that there are so many machines, and the Morlocks were eating the meat of Elor, and afraid of Morlocks, and he escaped from there. And he went to the palace of Green Proclaim and finds safety. And he finds that it is a ruined museum from where the time gets a explore memory. And he went to recover the time machine. He fight with Morlock. In the fight with Morlock, Veena is trapped in fire, and he found out the time machine and killed the Morlock and escaped the fuse. From his mission, he marvels at the strange celestial sight. The moon dies, the sun burns, and the starless sky is black. He stops on the beach, thickly covered with salt, and hears a harsh scream. Huge monsters, and so he moves forward in the month, only to find the crabs, and he found more crabs. He goes to 100 years forward. The sun has grown dull, the air more chilled, and the planets small and lichens. Small flakes of snow float in the air. And he travels back in the time. He is eventually able to breathe with ease. The guests were speechless and were not ready to believe the story. And he rushes to look at the machine, and it is covered with dirt and grass. The next day, the time traveler leaves to another journey and to bring the evidences. And 3 years have passed. The time traveler has not yet reached back. The novel is a clear piece of imagination. The story is well worth the attention of scientific reader. The story is telling about the ever-continuing process of evolution in novel, like the concept of all readers. The story used to Ferris, the reader about the Victorian England, where is all of party. And he also uses some elements to show contemporary social issues such as communism and the problem of capitalism. He explained that this era is about a social class and economic inequality. After industrial revolution, the wealth in the Britain went to more of the upper class and not being equally distributed to lower class workers. And he also tells that in the future, the difference between the Alloy and Morlocks is also a difference in the class. The Alloys are the successor of British elites, and the Morlocks are the successor of workers. Almost in all science fiction, the future world is shown as a technologically progressive society. But here, Well also included the technological regression in his novel. Thank you.
Very good, Lakshmi. Lakshmi was done even if she done the same review, she done it in a different way with the presentation. Very good, Lakshmi. Now I invite Nikhil. ടീച്ചർ Okay. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഞാൻ ഇന്ന് റീഡിംഗ് ആൻഡ് റിഫ്ലക്ഷൻ പറയാൻ പോകുന്ന ബുക്ക് അന്ന് കഴിഞ്ഞ സെഷനിൽ ദീപ ചേച്ചി എടുത്ത ബുക്ക് തന്നെയായിരുന്നു, ദ തിയറി ഓഫ് എവറിത്തിങ്, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ആ ഒരു ബുക്കാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അന്ന് ദീപ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അവസാനത്തെ പബ്ലിക്കേഷനുകളിൽ ഒരു പബ്ലിക്കേഷനാണ് ദ തിയറി ഓഫ് എവറിത്തിങ്, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ അകത്തിൽ വന്നിട്ട് ഈ ഒരു ബുക്ക് നമ്മൾ തിയറി ഓഫ് എവറിത്തിങ്, അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ മിക്കവാറുള്ള എല്ലാ ബുക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഈ കോപ്പീസ് അവൈലബിൾ ആണ്. അപ്പം അത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള മിക്കവാറും എല്ലാ ബുക്കും ഈ ബുക്സ് അവൈലബിൾ ആണ്, PDF വേർഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തിയറി ഓഫ് എവറിത്തിങ്ങും PDF അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ തിയറി ഓഫ് എവറിത്തിങ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടും. ഒന്ന് ദ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയും നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ ദ തിയറി ഓഫ് എവറിത്തിങ്, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പം ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബുക്കിന് അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒറിജിൻ മുതൽ നിലവിൽ ഇപ്പൊ എത്തി നിൽക്കുന്ന ഫിസിക്സിന്റെ തിയറീസിനെ വരെ പുള്ളി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഫിസിക്സോ അന്ന് ദീപചേച്ചി പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഈ ബുക്കിൽ. തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന മൂവി പുള്ളിക്കാരന്റെ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിന്റെ ഒരു സ്കെച്ചാണ് തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. എന്റേത് ബുക്കാണ്. അപ്പം ബുക്കിനെ പറ്റി പറയുമ്പോൾ മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ അതിന്റെ ആ പേര് പോലെ, സബ് ടൈറ്റിൽ പോലെ, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ്, തുടക്കം മുതൽ അവസാനം വരെ. അപ്പം ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് സ്റ്റാർട്ട് ആയത് എന്നുള്ളൊരു ബ്രീഫ് സ്കെച്ചാണ് പറയുന്നത്. അപ്പൊ അരിസ്റ്റോട്ടിൽ മുതൽ അപ്പം സയൻസിന് മുന്നേ ഫിലോസഫിയെ പറ്റി തത്വചിന്തകന്മാരാണ് ശാസ്ത്രത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്, ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോ സീക്വൻസ് ആയിട്ട് ഓരോ അരിസ്റ്റോട്ടില്, ഗലീലിയോ, ഹബിൾസ്, ഫെയ്ൻമാൻ, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്താണ് ബുക്കിന്റെ ഒരു വരുന്നത്. ആ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ നമുക്കൊരു ക്രോണോളജിക്കൽ പാറ്റേൺ കാണാൻ പറ്റും. അതായത് ഫ്രം ഏർലി 17th century 16th century സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്ക് ഏറെക്കുറെ ഒരു 90s ലേറ്റ് 90s വരെയുള്ള സയൻസിന്റെ ഒരു ക്രോണോളജിക്കൽ ഓവർവ്യൂ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, എങ്ങനെയാണ് ഒറിജിനെ പറ്റിയുള്ള പല തിയറീസ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ബിഗ് ബാങ് തിയറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതെങ്ങനെയാണ് ഇത് യൂണിവേഴ്സ് എല്ലാം വന്നത് ഒരു ഒറ്റ സിംഗുലാരിറ്റി എന്നാണ്, ആ വക കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ബ്ലാക്ക് ഹോളിലേക്ക് കടക്കും. ആദ്യം ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ്, അപ്പൊ അവിടെ നമ്മുടെ ചന്ദ്രശേഖർ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, ബ്ലാക്ക് ഹോളിന്റെ ഫോർമേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നു. 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് തന്നെ ആണോ അതോ അത് അല്ലേ എന്നുള്ളൊരു കാര്യം, പ്യുവർ ബ്ലാക്ക് ആണോ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ ഒരു 4-5 കൊല്ലം മുന്നേ നാസ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഒരു പിക്ചർ പുറത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഒരു 90s ഏർലി 90s ആ ഒരു 90s പീരീഡിൽ പുള്ളി പറഞ്ഞ കാര്യമായിരുന്നു ഈ ബ്ലാക്ക് ഹോൾ പ്യുവർ ബ്ലാക്ക് അല്ല, അതിന് ചുറ്റും ഒരു തെർമൽ റേഡിയേഷന്റെ ഒരു ഗ്ലോ ഉണ്ടാകും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വക കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 5th ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതുവരെ പറഞ്ഞ എല്ലാ ഒരു സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഫിസിക്കൽ എക്സ്പ്ലനേഷൻ, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പ്ലനേഷൻ ആണ് 5th ചാപ്റ്ററിലൊക്കെ വരുമ്പോൾ. 6th ചാപ്റ്ററിൽ വന്നിട്ട് നേരെ ടൈം ആരോസ് ഓഫ് ടൈം എന്നൊരു കൺസെപ്റ്റ് പുള്ളി പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് സംഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഫിലോസഫിക്കൽ ടൈം, ആരോ ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സയന്റിഫിക് ആരോ ഓഫ് ടൈം എന്ന് പറഞ്ഞുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തി നിൽക്കുമ്പോൾ പുള്ളി ഒരു ആവശ്യകതയാണ് പറയുന്നത്. ഈ പറയുന്ന നമുക്ക് ഫിസിക്സ് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചസിനെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സിംഗിൾ തിയറി ആക്കണം എന്നൊരു ആവശ്യകതയുണ്ട്. കാരണം എല്ലാത്തിനും ഒരു തിയറിയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നൊരു ആവശ്യത്തെ ആ ഒരു അതിൽ പുറന്ന് വരുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു അതായത് ലേറ്റസ്റ്റ് ട്രെൻഡ് ഫിസിക്സിന്റെ സയൻസ് ബ്രാഞ്ചിൽ, ഫിസിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ പറ്റി പുള്ളി ആ ഒരു
ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കൊളാബറേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, അതേപോലെ അവിടുന്ന് സ്ട്രിംഗ് തിയറിയുടെ ബിഗിനിങ്, സ്ട്രിംഗ് തിയറിയിൽ നിന്ന് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയിലോട്ടുള്ള വഴി, അപ്പൊ അതൊക്കെ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയററ്റിക്കൽ ഫിസിക്സിന്റെ ബ്രാഞ്ചസ് ആണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒരു ചെറിയ ഓവർവ്യൂ പുള്ളിക്കാരൻ സ്റ്റീഫൻ ഹോക്കിൻസ് ഈ 7th ചാപ്റ്ററിൽ തരുന്നുണ്ട്. അങ്ങനെ ഒരു 7 ചാപ്റ്റർ ആണ് ഈ ബുക്കിലുള്ളത്. വളരെ കുഞ്ഞു ബുക്കാണ്, ഒരു 120 പേജസ് സംതിങ് ഉള്ളൂ. ഈ പ്രീഫേസ്, കവർ പേജ്, ബാക്ക് പേജ് അടക്കം എത്രയും കണ്ട് പേജസ് ഉള്ളൂ, ഒരു 120 സംതിങ്, 120 to 130 പേജസേ ഉള്ളൂ. അപ്പൊ ഒരു ഫിസിക്സ് ബിഗിനറിന് അല്ലെങ്കിൽ ഒരു റീഡ് ചെയ്യാൻ, സയൻസ് ബുക്സ് റീഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടൊരു ബുക്കാണ് തിയറി ഓഫ് എവരിത്തിങ്, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജിൽ, ഇപ്പം ചെറിയ സാധാരണ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അല്ലാതെ നോർമൽ ലാംഗ്വേജിൽ പുള്ളിക്കാരൻ അതിനകത്ത് ഓരോ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സ് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും കുറച്ച് ഹിസ്റ്ററിയും കുറച്ച് വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 5, 6, 7 ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ കുറച്ച് ഫിസിക്സ് അല്ലെങ്കിൽ തിയററ്റിക്കൽ സയൻസിന്റെ കുറച്ച് അതിപ്രസരമുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് ഒരു 5 കൊല്ലം ഫിസിക്സ് പഠിച്ച എനിക്ക് അധികം വ്യക്തമായില്ല. ഇനി ഞാൻ പഠിച്ചതിന്റെ കുഴപ്പമാണോ അത് എന്റെ അറിവിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു 5, 6, 7 ചാപ്റ്റേഴ്സ് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കേ പറ്റൂ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കും ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 4 ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്. 5, 6 ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാവില്ല എന്നല്ല, മനസ്സിലാവും. പക്ഷെ അതിന്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു അറിവ് കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ബുക്കാണ്. അപ്പൊ ഒരു ആദ്യം മുതൽ ഒരു 16th സെഞ്ചുറി, ലേറ്റ് 16th സെഞ്ചുറി ടു ഇങ്ങനെ വരെ, അല്ലെങ്കിൽ AD അരിസ്റ്റോട്ടലിന്റെ ഒക്കെ കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഇവിടെ വരെ ഒരു എത്തി നിൽക്കുന്ന ഒരു ഇത്രയും ഒരു ഇൻഫർമേഷൻ ഒരു കുഞ്ഞു ബുക്കിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്നത് ആ ഒരു എഴുത്ത് ഓതറിന്റെ ഗ്രേറ്റ്നെസ് തന്നെയാണ്. അപ്പോൾ അതാണ് ദ ഒറിജിൻ ആൻഡ് ദ തിയറി ഓഫ് എവരിത്തിങ്, ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ടീച്ചർ തീർന്നു. ഓക്കെ നിഖിൽ, റിയലി ഇത് നമുക്കറിയാവുന്ന പോലെ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്നത് ഐൻസ്റ്റൈന്റെ തിയറി ആയിരുന്നു. ആ തിയറിയിൽ നിന്ന്, തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനൊരു മനോഹരമായ ബുക്ക് എഴുതിയത്. പിന്നെ മാത്രമല്ല നിഖിലെ, നമ്മളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് തിയറി ഓഫ് എവറിത്തിങ് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് 5, 6, 7 ഒക്കെ മനസ്സിലാകാതെ പോയത് കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ടീച്ചർ. പക്ഷെ മാത്തമാറ്റിക്സ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല, വളരെ കൂളാണ് ബുക്ക്. പക്ഷെ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് പലതും ഈ ടൈം, ആരോസ് ഓഫ് ടൈം, പിന്നെ സ്ട്രിംഗ് തിയറീസിന്റെ കുറച്ച് ബ്രീഫിംഗ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് പുള്ളി കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു തവണ വായിച്ചുള്ള അറിവിൽ എന്തായാലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു തവണ കൂടെ മൂവി ഒന്ന് കാണണേ. മൂവി ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് റിയലി മീൻസ്. മൂവിയിൽ വന്നിട്ട് കുറച്ചുകൂടി പുള്ളിക്കാരന്റെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ലൈഫ് സ്കെച്ച് അല്ലേ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇതിലും പിന്നെ ആ ഒരു രീതിയിൽ തന്നെയല്ലേ അതിന്റെ ആ ഒരു, അതായത് അത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പുള്ളി ഇതിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ദ വേർഡ്സ് വി ആർ യൂസിങ്, നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമാണ് നമുക്കത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. മറ്റേ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു മറ്റേ നമ്മുടെ ഫിലിമും വന്നിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് നിഖിൽ. വളരെ ജെന്യുവൻ ആയിട്ട് നിഖിൽ ഇത് റിഫ്ലക്ട് ചെയ്തു. ഇറ്റ് ഫീൽസ് ടു ഹിം. റിയലി ഗുഡ്. ഓക്കെ, നൗ ഐ ഇൻവൈറ്റ് രേഖ. രേഖ, ആർ യു ദേർ? യെസ് മാം. ഞാനും തിയറി ഓഫ് എവരിത്തിങ് ആണ് വായിച്ചിരിക്കുന്നത്. ഓക്കെ, you can tell me the reflection, how you feel about them, not the review. Okay, review already മൂന്നാമത്തെ ആളല്ലേ? ഓക്കെ മാം. Good morning all. I am Rekha. The Theory of Everything, The Origin and Fate of Universe is a book written by Stephen Hawking. This book can act as an introduction to subject related to cosmology in modern science. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റി നമുക്കറിയാം. ഈസ് എ ബ്രില്യൻറ്റ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് whose work helped to reconfigure the models of universe. തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ 7 ലെക്ചേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. ആദ്യം കേംബ്രിഡ്ജ് ലെക്ചേഴ്സ് ലൈഫ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് 1996 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. പിന്നീട് പേര് മാറ്റി
തിയറി ഓഫ് എവറിത്തിങ് ദ ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് യൂണിവേഴ്സ് എന്ന പേര് വന്നത്. ഞാൻ വായിച്ചത് 2005 ഫിനിക്സ് പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത ഒരു സെയിം ബുക്കിൻ്റെ തന്നെ സോഫ്റ്റ് കോപ്പിയാണ്. ഇദ്ദേഹം ഇതിൽ ബ്ലാക്ക് ഹോൾസിൻ്റെ കോംപ്ലക്സ് തിയറീസും എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ പറ്റിയും ഒറിജിൻ ഓഫ് എവറിത്തിങ്ങുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ചാപ്റ്ററിലും ഒരു സീക്വൻഷ്യലായിട്ട് അദ്ദേഹം യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ട് ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾ വരെ പറയുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഹോൾസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻറ്റ്, വിറ്റി ആൻഡ് ചൈൽഡ് ലൈക്ക് എക്സ്പ്ലനേഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്, ഒരു കോംപ്ലക്സിറ്റി ഇല്ലാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഓരോ ചാപ്റ്ററും സീക്വൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. ഓരോ ചാപ്റ്ററും ഓരോ ലെക്ചേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റ് ലെക്ചർ 7th ചാപ്റ്ററാണ്. 7th ലെക്ചറിൽ അദ്ദേഹം ഒരു യൂണിഫൈഡ് തിയറി ഓൺ ദ എക്സിസ്റ്റൻസ് ഓഫ് എവറിത്തിങ്, എല്ലാ കാര്യത്തിൻ്റെയും ഒറിജിനും എക്സിസ്റ്റൻസിനും ഒരു യൂണിഫൈഡ് തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം അതിൽ ട്രൈ ചെയ്യുകയാണ് ഒരു യൂണിഫൈഡ് തിയറി എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാമെന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഇഫ് വി അച്ചീവ് ദിസ്, അങ്ങനെ ഒരു യൂണിഫൈഡ് തിയറി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ഷാൽ റിയലി അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സ് ആൻഡ് അവർ പൊസിഷൻ ഇൻ ഇറ്റ്. നമുക്ക് യൂണിവേഴ്സിനെ പറ്റി മനസ്സിലാക്കാനും അതിൽ നമ്മുടെ പൊസിഷൻ എത്രത്തോളം ആണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം വളരെ ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല കോംപ്ലക്സ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ലെക്ചർ നമുക്കൊരു 2-3 ചാപ്റ്റർ വരെയൊക്കെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാത്തതായിട്ട് തോന്നും. അതൊരു നല്ലൊരു റീഡർ അല്ലാത്തത് കൊണ്ടാണോ അറിയില്ല. എന്നാലും നമുക്ക് കുറേയൊക്കെ കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ബുക്കാണ്. അദ്ദേഹം ഇതിൽ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ തിയററ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വെറും സയൻറ്റിസ്റ്റുകൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിലാകണമെന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം യൂസ്ഫുൾ ആകത്തുള്ളൂ എന്നൊരു കൺസെപ്റ്റ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ബുക്കെന്ന് പറയുന്നത് ഒരുപാട് പീരിയോഡിക് റിലവൻസ് ഉള്ള ബുക്കാണ്. കാരണം ഇപ്പോഴുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു സിംഗിൾ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എങ്കിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തിയറി വരികയാണെങ്കിൽ ദാറ്റ് വിൽ യുണൈറ്റ് ആൾ ഓഫ് ദെയർ സയൻസ് അണ്ടർ വൺ മാത്തമെറ്റിക്കൽ അംബ്രല. എല്ലാത്തിനെയും ഒരുമിച്ച് നമുക്ക് ഏതൊരു സംഭവം പറഞ്ഞാലും ഒരു തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് തിയറി ഓഫ് എവറിത്തിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബുക്ക് നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി മൊത്തത്തിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം റെസ്പെക്ട്ഫുള്ളി ഡിസ്മിസസ് ദ ബിലീഫ് ദാറ്റ് ദ യൂണിവേഴ്സ് കൺഫേംസ് ബൈ എ സൂപ്പർ നാച്ചുറൽ ആൻഡ് ആൾ പവർ എൻറ്റിറ്റി. നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള സൂപ്പർ നാച്ചുറൽ ബിലീഫ്സിനെയൊക്കെ അദ്ദേഹം റെസ്പെക്ട്ഫുള്ളി ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അതൊരു വലിയൊരു സംഭവമാണ്. ഇറ്റ് ഗീവ്സ് വെരി ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കറണ്ട് തിങ്കിങ് ഓഫ് ആസ്ട്രോഫിസിസ്റ്റ്. ഇപ്പോഴുള്ള ആസ്ട്രോഫിസിസ്റ്റ് സയൻറ്റിസ്റ്റുകളും എല്ലാവരും ഇങ്ങനെ ഒരു യൂണിഫൈഡ് തിയറിക്ക് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് നല്ലൊരു ബുക്കാണ്. അവരുടെ കറണ്ട് തിങ്കിങ്ങിനെ പറ്റി അറിയാൻ സാധിക്കുന്ന ഒരു ബുക്കാണ് തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല. ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ നമുക്കിതിനകത്ത് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സിമ്പിളാണ്, ഈസി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ബുക്ക്. അദ്ദേഹം സെൻസ് ഓഫ് ഹ്യൂമർ യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ 7 ലെക്ചേഴ്സിലും ഓരോ മെയിൻ പോയിൻറ്റ്സ് പറയുമ്പോഴും സെൻസ് ഓഫ് ഹ്യൂമർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയൻസും ഫിലോസഫിയുടെ ഒരു മിക്സായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് 2ാമത്തെ പാരഗ്രാഫിലോട്ട് എത്തുമ്പോഴായിരിക്കും മുന്നേ വായിച്ച പാരഗ്രാഫിൻ്റെ മീനിങ് നമുക്ക് ക്ലിയർ ആകുന്നത്. അതുപോലെ തന്നെ ഈ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ തിയറി ഓഫ് എവറിത്തിങ് എന്നാണ് ടൈറ്റിലെങ്കിലും ഇദ്ദേഹം ഇതിനകത്ത്